ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് 1.25 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 രൂപയുടെ പാക്കറ്റ് ലൂസ് പൗഡറും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് തരിയൊക്കെ ഇല്ലാണ്ട് തട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തരി ഒട്ടും ഇല്ലാണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 1.25 കപ്പ് പൊടിച്ച ഷുഗറും കൂടെ ചേർക്കണം കേട്ടോ. നമ്മൾ പൊട്ടുകടല എത്ര എടുത്തോ അതേ ബൗളിൽ തന്നെയാണ് ഷുഗറും നമ്മൾ അളന്നെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് നമുക്ക് പൊട്ടുകടല പൊടിച്ചതും നമ്മൾ ഷുഗർ പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൗഡർ ഷുഗറും അതുപോലെ തന്നെ പൊട്ടുകടല പൊടിച്ചതും ചേർത്ത് ഇതേപോലെ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ചൂട് കയറും തോറും നമ്മുടെ പഞ്ചസാര മെല്ലെ അങ്ങനെ ഉരുകി തുടങ്ങും. നമ്മളുടെ മിക്സ് ചെയ്ത കളർ ചേഞ്ചായി തുടങ്ങും കേട്ടോ. ഒരു ഡാർക്ക് കളറായി തുടങ്ങും. കണ്ടാലറിയാം നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് കളർ ചേഞ്ചായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയമായിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് കൈവിടാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി കാഷ്യും ബദാമും ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ അതേ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ നെയ്യ് തേച്ച് കൊടുത്ത് ഇതേപോലെ നമുക്കിട്ട് കൊടുക്കാം. ഒരു മണിക്കൂർ നമുക്കിതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഡാർക്ക് കളറാകും. ഈ ഒരു സ്വീറ്റ് റെസിപ്പി കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞു, ഞാനിതാ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്വീറ്റ്. അപ്പോൾ ഇനിയിത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഈ പാത്രത്തിൽ നിന്ന്. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ്. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് പൊട്ടുകടലയും ലൂസ് പൗഡറും അതുപോലെ തന്നെ ഷുഗറും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അത്ര നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. നെയ്യിൽ ഇതേപോലെ പൊട്ടുകടല പൗഡറും അതുപോലെ പഞ്ചസാരയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട് മുഴുവൻ അത്ര നല്ലൊരു മണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ സ്വീറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 5 മിനിറ്റ് സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. നമ്മുടെ സ്വീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.